സ്നേഹമെത്ര മാധുര്യമേ, വർണ്ണിപ്പാനാരാലും സാധ്യമല്ല. നാൾതോറും നൽകുന്ന നന്മകളോർത്ത നന്ദിയെല്ലാതും ചൊല്ലുവാനില്ല. ആയത്ര മോദമേ തൻ വഴികൾ, ആയത്ര ആഴമിൽ തൻ സ്നേഹം, രുചിച്ചറിഞ്ഞിടം ഓരോ ദിനവും നാഥന്റെ പാതയിൽ പിന്തുടരാം. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുളേനക്കാരൻ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. ഓക്കെ, ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക. ഉപവാസ പ്രാർത്ഥന നടന്നപ്പോൾ എവിടെ? അന്ത്യോക്യ സഭയിൽ. എനിക്ക് ഉപവാസ പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ രണ്ടുപേര് സുവിശേഷ വേലയ്ക്ക് പോകണം. അന്ത്യോക്യയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഉണ്ടായി? രണ്ടുപേര് മിഷണറിമാരായിട്ട് പോയി. ഇവിടെ നമ്മൾ കാണുന്നതെന്നറിയാമോ? മിഷൻ ഇതുവരെ അന്ത്യോക്യയിൽ വരെയൊക്കെ വന്നിട്ടുള്ളൂ. മിഷൻ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ ആദ്യ സഭയുടെ ആദ്യ ദിനങ്ങൾ വായിക്കുമ്പോൾ തന്നെ അധികം വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് ആദ്യം യെരുശലേമിൽ അവർ കുടിയിരുന്നു. അവിടെ നിന്ന് ദൈവം അവരെ ചിതറിച്ചു. അവർ യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും വരെയൊക്കെ പോയി. അവിടുന്ന് കൊർന്നല്യോസിന്റെ ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് വിജാതികളുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം ആവശ്യമുണ്ട് എന്നവർ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് അവര് പല സ്ഥലങ്ങളിലേക്ക് പോയി. ഒടുവിൽ അന്ത്യോക്യയിൽ വരെ വന്നു. അന്ത്യോക്യയിൽ പൗലോസും ബർന്നബാസും ഒരുമിച്ച് 1 വർഷം താമസിച്ച് അവരെ എക്വിപ്പ് ചെയ്തു. അവിടെ പ്രവാചകൻ എന്നാണ് അവനെ വിളിക്കുന്നത് തന്നെ, അല്ലേ? അവിടെ ഈ സഭയെ എക്വിപ്പ് ചെയ്തതുകൊണ്ട് ഈ സഭ യെരുശലേം സഭയിൽ നിന്നും അതിനേക്കാൾ ആത്മീകമായി വളർച്ചയുള്ള വിശാലതയുള്ള ഒരു സഭയായിട്ട് വളർന്നു. അപ്പൊ അങ്ങനത്തെ സഭകൾ നമുക്ക് വേണം. യെരുശലേമിലെ സഭ നല്ല സഭയാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ കുടിയിരുന്നപ്പോൾ അവിടെ പിറുപിറുപ്പായി മറ്റു കാര്യങ്ങളായി ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ സഭകളൊക്കെ യെരുശലേമിലെ സഭ വളരെ അത്യാവശ്യമാണ്. എന്നാൽ അതേപോലെ തന്നെ അന്ത്യോക്യ സഭകൾ ഉണ്ടാകണം. അന്ത്യോക്യയിലെ സഭയുടെ പ്രത്യേകത എന്താണ്? അവര് ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു, ദൈവശബ്ദം കേൾക്കുന്നവരുമായിരുന്നു എന്ന് തന്നെയല്ല, ദൈവത്തിന്റെ വചനത്തിന്റെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയും ഇടപെടൽ കൊണ്ട് അവരവിടെ നിന്ന് അവരെ എന്ത് ചെയ്തു? മിഷണറിമാരായിട്ട് പറഞ്ഞയച്ചു. ഏഷ്യ മൈനറിലേക്ക് അവരെ മിഷണറിമാരായിട്ട് പറഞ്ഞയച്ചു. അവരവിടെ പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 13ഉം 14ഉം അധ്യായങ്ങൾ നമ്മൾ സുവിശേഷ പ്രചരണത്തിന് വേണ്ടി ഏഷ്യ മൈനറിലെ അനേക പട്ടണങ്ങളിൽ പോയി. അവിടെ എല്ലാ സഭകളായി. ഈ സഭകളായപ്പോൾ പിന്നെ യെരുശലേം സഭയെന്ന് കുറെ എണ്ണം വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ 15-ാം അധ്യായത്തിൽ കാണുന്നത്. 15-ാമത്തെ അധ്യായത്തിൽ യഹൂദിയയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അന്ത്യോക്യ സഭ കഷ്ടപ്പെട്ട് ഈ അന്ത്യോക്യ സഭയുടെ സഹകരണത്തോടുകൂടെ പൈസായും കൊടുത്ത് എല്ലാ സപ്പോർട്ടും കൊടുത്ത്, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, തിരിച്ചിവർ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അന്ത്യോക്യയിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പാർട്ട്ണർഷിപ്പ്, മിഷൻ പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു സഭയായിരുന്നു ഏത് സഭ? അന്ത്യോക്യയിലെ സഭ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യെരുശലേമിലെ സഭ ദൈവവചനം കേട്ടു, കാര്യങ്ങളെല്ലാം അവര് ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും എല്ലാമായിരുന്നു. ഒരു പീഡനം വന്നിട്ടാണ് അവർ അല്പമെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത്. പക്ഷെ അന്ത്യോക്യ സഭ അങ്ങനല്ല. അന്ത്യോക്യ സഭ പീഡനം ഉണ്ടായപ്പോഴല്ല പറഞ്ഞു വിട്ടത്, അല്ലാതെ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഒരു മിഷൻ സെന്റിങ് ചർച്ചായിരുന്നു ഏത്? അന്ത്യോക്യ സഭ. അപ്പൊ നമ്മുടെ സഭകൾ അങ്ങനെയുള്ള സഭകൾ വേണം. യെരുശലേം സഭ നമുക്ക് വേണം. പക്ഷേ പല സ്ഥലങ്ങളിലേക്ക് സുവിശേഷവുമായി ആളുകളെ പറഞ്ഞു വിടുന്ന അന്ത്യോക്യ സഭയും നമുക്ക് വേണം. അങ്ങനെയുള്ള സഭകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അനേക ഇടങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ സാക്ഷികളായി വ്യക്തികളെ പറഞ്ഞു വിടുന്ന സഭകൾ നമുക്കുണ്ടാകണം. അപ്പൊ പിന്നെ പഴയ യെരുശലേം സഭയിൽ നിന്ന് അവിടെ വന്നിട്ട് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏത്? പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ നീ രക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യം യഹൂദനാകണം, പിന്നെ നീ യേശുവിനെ സ്വീകരിക്കണമെന്നൊക്കെ പറയുന്ന
ഇപ്പോഴും ഉണ്ട് ചില ആളുകൾ ആ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകാൻ പരിശ്രമിക്കുന്ന ആളുകൾ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ കാണുന്നതെന്നറിയാമോ, പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത തർക്കവും വാദവും എല്ലാം ഉണ്ടായി. എന്നാൽ പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ യെരുശലേമിൽ ഒരുമിച്ച് കൂടി. ഇതാണ് ആദ്യത്തെ സുന്നഹദോസ്. എന്തിനാണെന്നറിയാമോ ആദ്യത്തെ യെരുശലേം സുന്നഹദോസ് കൂടിയത്? ദുരുപദേശം വേർതിരിച്ച് കാണാൻ വേണ്ടിയാണ്. അതും ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു റോങ് ടീച്ചിങ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആരെങ്കിലും ഒരാളെടുത്ത് ഒരു തീരുമാനം എടുക്കുകയല്ല, സഭ ഒരുമിച്ച് കൂടി നമ്മൾ തീരുമാനം എടുക്കണം. യെരുശലേമിൽ അവർ വന്ന് ഒരു വലിയൊരു ഡിസ്കഷനാണ്. ആ ഡിസ്കഷൻ എന്താണ്? പുതുതായിട്ട് വിശ്വാസത്തിൽ വരുന്നവരെ പരിച്ഛേദന ഏൽപ്പിക്കണോ? ഇതാണ് ചോദ്യം. ഒടുവിൽ യെരുശലേം സുന്നഹദോസിൽ തീരുമാനമെടുത്തു, അങ്ങനെ വേണ്ട. യാക്കോബ് എഴുന്നേറ്റ് നിന്ന് കൃത്യമായിട്ട് പറഞ്ഞു, നമ്മുടെ പത്രോസ് ഇവിടെ ഉണ്ടല്ലോ, പത്രോസിനോട് ചോദിര്. ഈ വന്ന യഹൂദന്മാർ എന്നിട്ട് അതിന്റെ എനിക്ക് തമാശയ്ക്കായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച്, പത്രോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സംഗതികളെക്കുറിച്ച് വിവരിപ്പാൻ 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷത്തിന്റെ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ച് ഞാൻ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്ത് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. അതാ യെരുശലേം സുന്നഹദോസിന്റെ തീരുമാനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കുന്നു. ജനസമൂഹമെല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളിടയിൽ ചെയ്യിച്ച അടയാളങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ടു. അതിനുശേഷം യാക്കോബ് അതിന്റെ അധ്യക്ഷനായിരുന്നു എന്നാണ് പറയുന്നത് സുന്നഹദോസിന്റെ. സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ച് ശിമോൻ വിവരിച്ചല്ലോ. അതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അപ്പം ചുമ്മാതെ നമ്മളിപ്പം പലരും പറയുന്നത് അന്ന് സുന്നഹദോസ് തീരുമാനിച്ചത്. സുന്നഹദോസ് എങ്ങനെയാ തീരുമാനിച്ചതെന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാ സുന്നഹദോസ് എന്ത് ചെയ്തു? യാക്കോബ് എഴുന്നേറ്റ് നിന്ന് എന്താ പറയുന്നത്? ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു സംശയമോ മറ്റോ ഉണ്ടായാൽ ഉടനെ തന്നെ ഇപ്പൊ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളും പ്രസ്ബിറ്ററിയും കൂടെ ചേർന്ന് അതിനെക്കുറിച്ച് തീരുമാനിക്കുമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. അതെന്ത് വേണം? പ്രവാചകന്മാരുടെ വാക്കിനോട് ഒക്കണം. അല്ലാതെ ഇപ്പൊ വന്നിരിക്കുന്ന കുറച്ച് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം കൂടെ വെച്ച് ഞങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ പോകുന്നതാ കുറച്ചുകൂടെ ശരി, ഇനിയിപ്പം അവിടെ ഇവിടെയുള്ള എല്ലാ ദുരുപദേശക്കാരനെയും വിളിച്ച് പ്രസംഗിപ്പിച്ചാലും കുഴപ്പമില്ലെന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നു അത് കുഴപ്പമില്ലെന്ന്. നിങ്ങൾക്ക് തോന്നുന്നോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഒരു തീരുമാനം ദൈവസഭയിൽ എടുക്കണമെങ്കിൽ തിരുവെഴുത്തിന്റെ പശ്ചാത്തലത്തിലേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് പലപ്പോഴും ഈ ട്രഡീഷണൽ വേർപെട്ട സഭകളിൽ തന്നെയുള്ള പ്രശ്നം എന്നറിയാമോ? വേർപെട്ട സഭകളിൽ പോലും ഇപ്പൊ ആളുകൾ പൊതുവെ പറയുന്നത് നേതാക്കന്മാരെല്ലാം അത് സമ്മതിച്ചു. ബ്രദറെ, നേതാക്കന്മാർ സമ്മതിച്ചോ? എന്തുകൊണ്ടാണ് നേതാക്കന്മാർ സമ്മതിച്ചത്? അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അവർ പറ ഇതിനോട് പ്രവാചകന്മാരുടെ വാക്കുകളും ഒക്കുന്നു. അല്ലാതെ വോട്ടിട്ട് തെരഞ്ഞെടുത്ത കുറച്ചു പേര് കൂടിയിരുന്ന് തീരുമാനിച്ച് ഉപദേശം മാറ്റാൻ പറ്റില്ല. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഉപദേശപരമായ ചിന്തകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഒരുമിച്ചുകൂടി ദൈവവചനപ്രകാരം അതിനെ വിലയിരുത്തി വേണം തീരുമാനമെടുക്കാൻ. അല്ലാതെ തീരുമാനമെടുക്കാൻ കഴിയില്ല. എന്നിട്ട് നമ്മൾ കാണുന്നത് ജാതികളിൽ നിന്ന് അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. ജാതികളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. എന്നിട്ട് 24-ാമത്തെ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്താണ്? കത്ത് അയച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. യാക്കോബ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, കുറച്ചാൾ മുമ്പേ കുറച്ചുപേര് വന്നിട്ട് ഞങ്ങൾ ഇടയ്ക്കുമെന്ന് വന്നിട്ട് പറഞ്ഞല്ലോ നിങ്ങൾ പരിച്ഛേദന ഏൽക്കണമെന്ന്. അത് ഞങ്ങൾ കൽപ്പനയൊന്നും കൊടുത്തതല്ല. ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ പലരുടെയും പ്രശ്നം ഇതാണ്. തോന്നുന്നതൊക്കെ വിളിച്ചു പറയും, ആളുകളെ ഭ്രമിപ്പിക്കും. അതിന് പലപ്പോഴും ആത്മീകരായ പിതാക്കന്മാരുടെ പശ്ചാത്തലമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് കാണാം. 16-ാമത്തെ വാക്യത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ തീർക്കുകയാണ്. നമ്മൾ ഒത്തിരി പറയാനുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതെന്നറിയാമോ? വീണ്ടും ഇവരെ പോയി കാണാനായിട്ട്, അതായത് ഏഷ്യ മൈനറിലെ ക്രിസ്ത്യാനികളെ ഒന്നുകൂടെ പോയി അവരെ എൻകറേജ് ചെയ്യാനായിട്ട്
ബർന്നബാസും പൗലോസും കൂടെ പോകാൻ പ്ലാൻ ചെയ്തു. ബർന്നബാസ് പറഞ്ഞു മർക്കോസിനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് പറഞ്ഞു അവൻ ഇടയ്ക്ക് ഇട്ടിട്ട് പോയതല്ലേ, അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ പിന്നെ പൗലോസും ശീലാസും കൂടെ പോയി ഏഷ്യ മൈനറിലെ സഭകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് പെട്ടെന്ന് രാത്രിയിൽ, അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ വന്ന് നീ മക്കതോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. അതാണ് മാസിലോണിയൻ കോൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു ഏഷ്യയിൽ വചനം പ്രസംഗിച്ചത് മതി. കാര്യം ഏഷ്യയിൽ അവർ മൂപ്പന്മാരെയൊക്കെ ആക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അവർ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്നിട്ട് പറയാണ് ഇനി നിന്റെ ശുശ്രൂഷ യൂറോപ്പിലാണ്. അപ്പോൾ യെരുശലേമിൽ തുടങ്ങി യഹൂദിയയിലേക്ക് പടർന്നു. ഫിലിപ്പോസ് അത് ശമരിയയിലേക്ക് കൊണ്ടുപോയി. ശമരിയയിൽ നിന്ന് അവര് അന്ത്യോക്യയോളം വന്നു. അന്ത്യോക്യയിൽ നിന്ന് ഏഷ്യ മൈനറിലേക്ക് കയറി. ഏഷ്യ മൈനറിൽ സുവിശേഷം അറിയിച്ച് സഭകൾ സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഇനി എന്തു വേണം? യൂറോപ്പിലേക്ക്. അപ്പം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ വാക്കിന്റെ പൂർത്തീകരണം ഇവിടെ 16-ാം അധ്യായത്തിൽ നടക്കുകയാണ്. എന്താണ്? നിങ്ങൾ when the Holy Spirit will come upon you, you shall receive power and you shall be my witnesses in Jerusalem, all Judea, Samaria and to the ends of the earth. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 16-ാം അധ്യായം വന്നപ്പോൾ കർത്താവ് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞ പ്രോമിസ് അവിടെ നിറവേറുകയാണ്. യെരുശലേമിൽ, യഹൂദിയയിൽ എല്ലായിടത്തും, ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു കാര്യം പ്ലാൻ ചെയ്താൽ കർത്താവ് അത് നിർവഹിക്കും. എത്ര ആളുകൾ ഇതിനിടയ്ക്ക് ഈ സഭയെ ഒടുക്കിക്കളയാനായിട്ട് നോക്കി. സ്തെഫാനോസിനെ കൊന്നുകളഞ്ഞു, പത്രോസിനെ പീഡിപ്പിച്ചു, വലിയ ഉപദ്രവങ്ങളുണ്ടായി. ഇതിനിടയ്ക്ക് പത്രോസിനെ കല്ലെറിയുന്നുണ്ട്, അവൻ ചത്തുപോയെന്ന് വെച്ച് എടുത്ത് കളഞ്ഞേച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം നടന്നു. പക്ഷെ സുവിശേഷത്തിന് ബന്ധനമില്ല. കാര്യം കർത്താവിന്റെ പ്രോമിസാണ് യെരുശലേമിലും യഹൂദിയയിലും ശമരിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുവിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കുകൾക്കൊരിക്കലും അതിനെതിരെ നിൽക്കാനും അതിനെ തകർത്ത് കളയുവാനും പിശാചിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. കർത്താവ് നമ്മളോട് കൽപ്പിച്ചതായ ആ സുവിശേഷത്തിന്റെ വ്യാപനം മാനുഷികമായ ഒരു ശക്തിക്കും, ഒരു പൈശാചിക ശക്തിക്കും കർത്താവ് വാഗ്ദത്തം ചെയ്തതിനെ മറുത്തു കളയുവാൻ, തടുത്തു കളയുവാൻ കഴിയുകയില്ല. കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവെ, ആദ്യ പുസ്തകത്തിലെ ആദ്യ ദിനങ്ങളിൽ തന്നെ നിന്റെ പ്രോമിസ് എന്താണെന്നും അതെങ്ങനെ നീ നിർവഹിച്ചുവെന്നും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവെ, ഇത് ഞങ്ങളുടെ സഭയുടെ പാരമ്പര്യം ഇതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആദ്യ സഭയുടെ പ്രസംഗങ്ങൾ തന്നെ ഇന്നും പ്രസംഗിക്കുവാനും, ആദ്യ സഭയുടെ വിശ്വാസം തന്നെ ഇന്നും വെച്ച് പുലർത്താനും, ആദ്യ സഭയുടെ രീതികൾ തന്നെ ഇന്നും തുടരുവാനും, ആദ്യ സഭയുടെ ആ ഉറപ്പ് തന്നെ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ഒന്ന് പ്രോമിസ് ചെയ്താൽ, ഒരു വാഗ്ദത്തം നീ നിർവഹിച്ചാൽ, നീ പറഞ്ഞാൽ അത് നീ നിർവഹിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആദ്യ സഭയുടെ പാരമ്പര്യം പിന്തുടരുവാൻ, കർത്താവെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സഭാ പാരമ്പര്യമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്ത ആദ്യ സഭയുടെ ആദ്യ ദിനങ്ങളിലെ അതേ പാരമ്പര്യം പിന്തുടരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. യേശുവിൻ സ്നേഹമെത്ര മാധുര്യമേ, വർണ്ണിപ്പാനാരാലും സാധ്യമല്ല. നാൾതോറും നൽകുന്ന നന്മകളോർത്താൽ നന്ദിയല്ലാതൊന്നും ചൊല്ലുവാനില്ല. നാൾതോറും നൽകുന്ന നന്മകളോർത്താൽ നന്ദിയല്ലാതൊന്നും ചൊല്ലുവാനില്ല.
ആയത്ര മോദമേ തൻ വഴികൾ, ആയത്ര ആഴമേ തൻ സ്നേഹം. രുചിച്ചറിഞ്ഞിടം ഓരോ ദിനവും നാഥന്റെ പാതയിൽ പിൻഗമിക്കാം. രുചിച്ചറിഞ്ഞിടം ഓരോ ദിനവും നാഥന്റെ പാതയിൽ പിൻഗമിക്കാം. യേശുവിൻ സ്നേഹമത്ര മാധുര്യമേ, വർണ്ണിപ്പാനാരാലും സാധ്യമല്ല. നാൾതോറും നൽകുന്ന നന്മകളോർത്താൽ നന്ദിയല്ലാതൊന്നും ചൊല്ലുവാനില്ല. നാൾതോറും നൽകുന്ന നന്മകളോർത്താൽ നന്ദിയല്ലാതൊന്നും ചൊല്ലുവാനില്ല. അമ്മയെപ്പോൾ നമ്മെ ആശ്ലേഷിക്കും, ചോദിക്കുന്നതെല്ലാം നൽകിയിടുന്നു. അമ്മയെപ്പോൾ നമ്മെ ആശ്ലേഷിക്കും, ചോദിക്കുന്നതെല്ലാം നൽകിയിടുന്നു. ആവശ്യങ്ങൾ ഒറ്റും അറിഞ്ഞിടുന്നു അവൻ, എല്ലാ നാളും നമ്മെ പോഷിപ്പിക്കും. ആവശ്യങ്ങൾ ഒറ്റും അറിഞ്ഞിടുന്നു അവൻ, എല്ലാ നാളും നമ്മെ പോഷിപ്പിക്കും. ആയത്ര മോദമേ തൻ വഴികൾ, ആയത്ര ആഴമേ തൻ സ്നേഹം. രുചിച്ചറി